ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ആഴ്ച നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസിലുണ്ടായ ഫ്ലക്ച്വേഷൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാം. നിങ്ങൾക്ക് മുകളിൽ കൊടുത്ത ചാർട്ടിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ കേരളത്തിലെ ഒരു പവൻ്റെ അതായത് 8 ഗ്രാമിൻ്റെ ഗോൾഡ് പ്രൈസ് 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്തത് 57,120-ലായിരുന്നു. പിന്നീട് 17-ാം തീയതി 57,200-ലെത്തി. പിന്നീട് 19-ാം തീയതി ആകുമ്പോൾ കുറച്ച് കുറഞ്ഞു 56,560-ആയി. പിന്നീട് 20-ാം തീയതി ഈ ആഴ്ചയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസായ 56,320-ലെത്തിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഗോൾഡിൻ്റെ ഈ പ്രൈസിനെ വളരെയധികം ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കാൻ കാരണമായ കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാരണം ഗ്ലോബൽ മാർക്കറ്റ് ട്രെൻഡുകളാണ്. അതായത് നമുക്കറിയാം ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡുകൾ ഗോൾഡിൻ്റെ പ്രൈസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വാർ, ഇൻ്റർനാഷണൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ സ്വർണ്ണത്തിൻ്റെ വില ബാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കറൻസി ഫ്ലക്ച്വേഷനാണ്. രൂപയും ഡോളറും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റിലുണ്ടാകുന്ന വ്യത്യാസം സ്വർണ്ണത്തിൻ്റെ വിലയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ ആഴ്ച റുപ്പി ഡോളറിനെതിരെ നല്ല രീതിയിൽ ഇടിഞ്ഞിരുന്നു. അതും അതിനൊരു കാരണമായിട്ടുണ്ട്. പിന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലേഷനും ഗോൾഡിൻ്റെ പ്രൈസിൽ വ്യത്യാസത്തിന് കാരണമായിട്ടുണ്ട്. ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് കുറച്ച് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആൾക്കാർ ഗോൾഡിൽ കൂടുതൽ നിക്ഷേപിക്കും. പിന്നെ സാധാരണ രീതിയിൽ ഫെസ്റ്റിവൽ, വെഡ്ഡിങ് സീസൺ അങ്ങനെയുള്ള സമയത്തും ഗോൾഡ് കൂടാറുണ്ട് വില. അപ്പോൾ നിങ്ങൾ സ്വർണ്ണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ വിലയുള്ള വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ഞങ്ങൾ ഡെയിലി സ്വർണ്ണത്തിൻ്റെ വില അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഈ ചാനലിൽ. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ വീഡിയോൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്നുള്ളത് കേരളത്തിലെ ഗോൾഡിൻ്റെ പ്രൈസാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.